ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ നന്നായി വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു വിശുദ്ധ ക്ലാര പുണ്യവതി. അങ്ങനെ വചനത്തോടുള്ള ദാഹത്താലും ആത്മാക്കളുടെ ദാഹത്താലും വചനപ്രഘോഷകയാവാനുള്ള ആഗ്രഹത്തോടു കൂടി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ ക്ലാര പുണ്യവതിയോട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, ഞങ്ങൾ വചനം പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും ഞങ്ങളുടെ സുവിശേഷ വേലയുടെ പിൻബലവും ശക്തിയും. വിശുദ്ധ ക്ലാര പുണ്യവതി വിശുദ്ധ അസീസി പറഞ്ഞ ആ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് മിണ്ടാമഠത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സുവിശേഷ വേലകൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ എല്ലാ ശുശ്രൂഷകളിലും സുവിശേഷ വേലകളിലും കരുത്തായി കൃപയായി കൂടെ നിന്നിരുന്നു വിശുദ്ധ ക്ലാര പുണ്യവതിയും സമൂഹവും കൂട്ടത്തിലുള്ള സന്യാസിനികളും. ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്, പലപ്പോഴും ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ആഗ്രഹം അനുസരിച്ചല്ല പലപ്പോഴും ദൈവം പ്രവർത്തിച്ചിട്ടുള്ളത്. വിവാഹം കഴിഞ്ഞ ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഞാനൊരു കന്യാസ്ത്രീ ആവാൻ ആഗ്രഹിച്ചതാണ്. അപ്പം അതോടൊപ്പം തന്നെ വിവാഹം കഴിഞ്ഞ ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എൻ്റെ ആഗ്രഹം ഒരു അച്ഛനാവാനായിരുന്നു എന്ന്. പക്ഷെ ദൈവം അവർക്ക് വിധിച്ചത് അങ്ങനെയായിരുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പൂവണിയാതെ സ്വപ്നങ്ങളെക്കുറിച്ച് ദുഃഖിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്തിട്ട് കാര്യമില്ല. ചില ആഗ്രഹങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ദൈവം അതിനെ ക്രമീകരിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ദൈവം ക്രമീകരിക്കുന്നതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഗമാലിയേലിൻ്റെ കീഴിൽ വിദ്യാഭ്യാസം സ്വീകരിച്ച പണ്ഡിതനായി വളർന്ന ഒരു ഹെബ്രായനായ ഒരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്ലീഹ. ആഴമായ ജ്ഞാനമുള്ള ഒരു പണ്ഡിതൻ. അദ്ദേഹത്തെ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി കർത്താവായ ഈശോ സ്വാഭാവികമായിട്ടും വിടേണ്ടത് ആരുടെ അടുത്തേക്കാണ്? ഹെബ്രായരുടെ അടുത്തേക്കാണ്. എന്നാൽ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മുക്കുവനായ പത്രോസ്ലീഹ അദ്ദേഹത്തെ വചനം പ്രസംഗിക്കുവാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ദൈവം വിടേണ്ടത് ആരുടെ പക്കലേക്കാണ്? വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത അറിവില്ലാത്ത പാവപ്പെട്ട സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക്. എന്നാൽ നിങ്ങൾ ചിന്തിക്കുക, പൗലോസ്ലീഹായെ ദൈവം വചനം പ്രസംഗിക്കുവാനായിട്ട് അയക്കുന്നത് വിജാതീയരുടെ അടുത്തേക്കാണ്. പത്രോസ്ലീഹായെ വചനം പ്രസംഗിക്കാൻ അയക്കുന്ന എവിടേക്കാണ്? ഹെബ്രായരുടെ അടുത്തേക്കാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു ക്രമീകരണമാണ്. കഴിവോ അല്ലെങ്കിൽ മറ്റ് യോഗ്യതകളോ മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ടല്ല ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്നും ഉണ്ടാകണം. ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങൾ നോക്കാതെ ദൈവം ഏൽപ്പിച്ചതിനെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച് അതിൽ സന്തോഷത്തോടുകൂടി വിശ്വസ്തത പുലർത്തി ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുമെന്നാണ് ഇതിലൂടെ പഠിക്കുന്നത്. ക്ലാര പുണ്യവതി മധ്യസ്ഥം വഹിച്ച് അസീസിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അതൊരു ചെറിയൊരു പ്രവൃത്തിയല്ല. ദൈവത്തിന് മുമ്പിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇസ്രായേൽക്കാർ അമലേക്യരുമായൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മോശയുടെ കൈ തളരാതിരിക്കുവാൻ വേണ്ടി ജോഷുവ പ്രവാചകൻ മോശയുടെ കൈ ഉയർത്തിപ്പിടിച്ചതുപോലെ താങ്ങിപ്പിടിച്ചതുപോലെ ആ കൈ താങ്ങിപ്പിടിച്ചപ്പോഴൊക്കെ ഇസ്രായേൽ ജനത്തിന് വിജയമുണ്ടായെന്നും എന്നാൽ ആ കൈ താന്നപ്പോൾ ഇസ്രായേൽ പരാജയപ്പെട്ടുമെന്നൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ കൈ പിടിക്കുന്നതും വലിയൊരു ശുശ്രൂഷയായിരുന്നു. യുദ്ധത്തിൻ്റെ വിജയത്തിന് പിന്നിലുള്ള ആത്മീയ ശക്തി, ആത്മീയ ചാലക ശക്തി എന്ന് പറയുന്നത് ആ പ്രാർത്ഥനയും ആ താങ്ങിപ്പിടിച്ചുള്ള കരങ്ങളുമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. നിങ്ങൾ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും ആയിക്കൊള്ളട്ടെ, ആ സാഹചര്യങ്ങളിൽ നിങ്ങളെ ദൈവത്തിന് ഉയർത്തുവാനും ദൈവത്തിന് ഉപയോഗിക്കുവാനും സാധിക്കും. മധ്യസ്ഥ പ്രാർത്ഥന അത്ര ചെറുതായ ഒരു ശുശ്രൂഷയൊന്നുമല്ല. പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നത് കൊണ്ട് ഉദ്ധിതനായ ഈശോ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു സുവിശേഷ വേലയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് വിശുദ്ധ ക്ലാര പുണ്യവതി എളിമപ്പെട്ടുകൊണ്ട് ഏറ്റെടുത്തത്. നമ്മൾ ചെയ്യുന്ന ജോലികൾ, ശുശ്രൂഷകൾ ചെറുതാകട്ടെ വലുതാകട്ടെ, ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അത് വലുതായി മാറുന്നത് നമ്മൾ സ്നേഹമുള്ള ഹൃദയത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ദൈവത്തിന് വേണ്ടി അത് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ്.
നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നവർ ഇവിടെ ഉണ്ടായിരിക്കാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ടായിരിക്കാം. ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നവരുണ്ടായിരിക്കാം. ആഗ്രഹിച്ച സുവിശേഷ വേല ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾ ഓർക്കുക, നിങ്ങളല്ല ദൈവത്തെ തിരഞ്ഞെടുത്തത്, ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. ദൈവമാണ് നിങ്ങളെ ഓരോ കാര്യങ്ങളും ഏൽപ്പിച്ചത്. അതിൽ സംതൃപ്തി കണ്ടെത്തി, അതിൽ ആനന്ദം കണ്ടെത്തി, ദൈവത്തിൻ്റെ കൈകളിൽ നിന്നും അത് സ്വീകരിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ആ വേല നിങ്ങൾ ചെയ്താൽ ആ മേഖലയിൽ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകും, ഉയർപ്പ് നൽകും. എൻജിനീയർ ആവാൻ ആഗ്രഹിച്ചിട്ട് ഡോക്ടറായവരുണ്ടായിരിക്കാം. ഡോക്ടറാവാൻ ആഗ്രഹിച്ചിട്ട് എൻജിനീയർ ആവേണ്ടി വന്നവരുണ്ടായിരിക്കാം. ഇങ്ങനെ വിവിധങ്ങളായ ഓപ്പോസിറ്റ് പോളിലൂടെ ജീവിതയാത്ര ചെയ്യേണ്ടി വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ദുഃഖിക്കാതെ, നിരാശപ്പെടാതെ അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. എല്ലാം ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാം നന്മയ്ക്കായി മാറ്റുന്നവനാണ് ദൈവം. ദൈവം നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും അറിയുന്നു, എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു. അതുകൊണ്ട് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവുക. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ.